കാടിന് വൈകുന്നേരം നിശബ്ദതയാന്ന് ആരാ പറഞ്ഞ് ചീവിടിന്റെ ശബ്ദം കേട്ടില്ലേ? ഇന്ന് തൃക്കാർത്തികയാണ് കേട്ടോ. നമ്മൾ കാർത്തിക വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോവാണേ. ഭാഗ്യനി ശ്രീകുട്ടനെ കാണാനില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ദാ അവര് വന്നു. നമുക്കിനി പതുക്കെ അമ്പലത്തിൽ പോയാലോ? ഇവിടെ നിന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇന്നലെ നമ്മൾ മൂന്നാളും കൂടെ വണ്ടിയും ഇങ്ങനെ മുട്ടിയിരുമയാണ് പോകാറുള്ളത്. അവിടെ ചെന്നപ്പോൾ ദീപാരാധനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരെ താലപ്പൊലിയൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവരുടെ കൂടെ കൂടി നമുക്ക് ദീപാരാധന തുടങ്ങാം. നമ്മുടെ ഇവിടെ ചിന്തുപാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപം ഉണ്ട് കേട്ടോ. അതും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വട്ടക്കളിയും പിള്ളേരുടെ പരിപാടികളും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം തൃക്കാർത്തിക അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് കാർത്തിക ദീപം കൊളുത്താം. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിളക്കുണ്ടല്ലോ, അതിലാണ് കാർത്തിക ദീപം കൊളുത്താറ് കേട്ടോ. എല്ലാവർക്കും കൊളുത്താം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും അവിടെ അമ്പലത്തിൽ വിളക്ക് വെക്കാവുന്നതാണ്. പിന്നെ ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, അതും മൊത്തം പരിസരം മുഴുവൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ നമുക്ക് ചിരാതുകൾ നിരത്തി ഇതുപോലെ ദീപം തെളിയിക്കാവുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദീപം തെളിയിച്ചു. നമ്മുടെ ഇവിടെ ധാരാളം വാഴക്കൃഷി ഉള്ളത് കൊണ്ടും വാഴക്കൃഷി ചെയ്യുന്ന ചേട്ടന്മാരുള്ളത് കൊണ്ടും നമുക്ക് വാഴപ്പിണ്ടിക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് പരിസരം മൊത്തം ഇതുപോലെ ദീപങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചിന്തുപാട്ട് എന്ന് പറയുന്നത്, നല്ല രസമായിട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിള്ളേരെ വട്ടക്കളി ഉണ്ടായിരുന്നു. ജാതി മതഭേദമന്യേ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന നമ്മുടെ നാട്ടിൽ ഈ പാർട്ടിക്കും പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല കേട്ടോ. നമ്മുടെ 3 പാർട്ടിയിലെ സ്ഥാനാർത്ഥികളാണ് അവർ. ശ്രീകുട്ടന് നാളെ എക്സാം ഉണ്ടേ. അത് കാരണം കൊണ്ട് പരിപാടി കഴിയാൻ നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ.